ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൊഡ്യൂൾ 6ൻ്റെ ആദ്യത്തെ ഒരു പാർട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി വെൽ പോയിൻറ്റ് സിസ്റ്റത്തിൻ്റെ നമ്മളെന്താ ഓപ്പൺ സംസ് ആൻഡ് ഡിച്ചസിനെ പറ്റി പറഞ്ഞു. അതുപോലെ വെൽ പോയിൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഡീ ഓർഡറിങ് ടെക്നിക്കുകളിൽ 2 മെത്തേഡ്സ് പറഞ്ഞു. ഇനി ആ വെൽ പോയിൻറ്റ് സിസ്റ്റം പറഞ്ഞുകൊണ്ടിരുന്നതിൽ നമ്മൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്, ഡിസൈൻ കൺസിഡറേഷൻസ് ഓഫ് വെൽ പോയിൻറ്റ് സിസ്റ്റം ഓഫ് ഡീ ഓർഡറിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെൻ ഡിസൈനിങ് എ വെൽ പോയിൻറ്റ് സിസ്റ്റം, ഒരു വെൽ പോയിൻറ്റ് സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ it is necessary to give first consideration to the physical conditions of the site to be dewatered. ഏത് സൈറ്റാണോ നമുക്ക് ഡീവാട്ടർ ചെയ്യേണ്ടത് ആ ഒരു സൈറ്റിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻസ് ആണ് നമ്മൾ മെയിനായിട്ടും കൺസിഡർ ചെയ്യേണ്ടത്. ഫോളോയിങ് ഇസ് ദ ലിസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ ടു ബി കളക്റ്റഡ്. നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സൈറ്റിൽ നിന്നും എന്തെല്ലാം ഡേറ്റ കളക്ട് ചെയ്യണം. ഫിസിക്കൽ ലേ ഔട്ട്, ആ ഒരു ഏരിയയുടെ ലേ ഔട്ട് വേണം. അഡ്ജസൻ്റ് ഏരിയാസ്, അതിൻ്റെ ചുറ്റുമുള്ള മറ്റ് ഏരിയാസ് വേണം, അതിൻ്റെ ഡീറ്റെയിൽസ് വേണം. അവിടുത്തെ സോയിൽ കണ്ടീഷൻസ് വേണം. പെർമിയബിലിറ്റി ഓഫ് ദി സോയിൽ വേണം, സോയിലിൻ്റെ പെർമിയബിലിറ്റി കണ്ടുപിടിക്കണം. ദ എമൗണ്ട് ഓഫ് വാട്ടർ ടു ബി പമ്പ്ഡ്, അതിൽ നിന്നും എന്തുമാത്രം വാട്ടർ പമ്പ് ചെയ്ത് കളയണം നമ്മൾ അറിഞ്ഞിരിക്കണം. ഡെപ്ത് ഓഫ് ഇംപെർവിയസ്നെസ്, അതായത് എത്ര ഡെപ്ത് വരെയാണ് നമ്മുടെ ഈ ഒരു വാട്ടർ ടേബിൾ ഉള്ളതെന്നുള്ളതും. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രൗണ്ട് വാട്ടർ ടേബിളിൻ്റെ ആ ഒരു ഫിഗർ കാണിച്ചപ്പം അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ, ഒരു ഗ്രൗണ്ട് വാട്ടർ ടേബിളിന് താഴെ എന്തുണ്ട്, ഒരു ഇംപെർവിയസ് സ്ട്രേറ്റ് ഉണ്ടായിരിക്കും. ആ ഒരു ഇംപെർവിയസ് സ്ട്രേറ്റ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എത്ര ഡെപ്തിലേക്ക് ഉണ്ടെന്നുള്ള ഡേറ്റ നമുക്ക് വേണം. സ്ട്രാറ്റിഫിക്കേഷൻ, അതായത് പല സോയിലായിരിക്കും അല്ലേ, ഓരോ ലെയറിലും പല ടൈപ്പ് സോയിലായിരിക്കും, അതിൻ്റെ ഒരു സ്ട്രാറ്റിഫിക്കേഷനും നമുക്ക് വേണം. അഡ്വാൻറ്റേജസ് ഓഫ് വെൽ പോയിൻറ്റ് സിസ്റ്റം, വെൽ പോയിൻറ്റ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? ഇൻസ്റ്റലേഷൻ ഈസ് വെരി റാപ്പിഡ്. നമ്മൾ ആ ഒരു വെൽ പോയിൻറ്റ് സിസ്റ്റം ഇൻസ്റ്റോൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റാണ്. റിക്വയർസ് റീസണബിളി സിമ്പിൾ ആൻഡ് ലെസ് കോസ്റ്റ്ലി എക്യുപ്മെൻറ്റ്, വളരെ സിമ്പിൾ ആൻഡ് കോസ്റ്റ് കുറഞ്ഞ എക്യുപ്മെൻറ്റ്സ് മതി. വാട്ടർ ഈസ് ഫിൽറ്റേർഡ് ആൻഡ് ക്യാരീസ് ലിറ്റിൽ ഓർ നോ സോയിൽ പാർട്ടിക്കിൾസ്, അതായത് വാട്ടർ നമ്മൾ ഇതിൽ നിന്നും കളക്ട് ചെയ്യുന്ന വാട്ടർ ഫിൽറ്റേർഡ് ആയിട്ടാണ് വരുന്നത്. അതിൽ ചിലപ്പം ചെറിയ ഫൈൻ സോയിൽ പാർട്ടിക്കിൾസ് ഉണ്ടാകും, മിക്കവാറും പാർട്ടിക്കിൾസ് ഉണ്ടാകാറില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് സോയിൽ പാർട്ടിക്കിൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദർ ഈസ് ലെസ് ഡേഞ്ചർ ഓഫ് സബ്സിഡൻസ് ഓഫ് ദി സറൗണ്ടിങ് ഗ്രൗണ്ട് ദാൻ വിത്ത് ഓപ്പൺ സം പമ്പിങ്. ഓപ്പൺ സം പമ്പിങ്ങിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് നമ്മൾ എന്താണ് പറഞ്ഞത്, ആ ഒരു എക്സ്കവേഷൻ കൊളാപ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന്. പക്ഷേ ഇങ്ങനൊരു വെൽ പോയിൻറ്റ് സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കൊളാപ്സ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ലിമിറ്റേഷൻസ് ഓഫ് വെൽ പോയിൻറ്റ് സിസ്റ്റം, നമ്മൾ വെൽ പോയിൻറ്റ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു, ഇനി ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. എ ലോവറിങ് ഓഫ് അബൌട്ട് 6 മീറ്റർ ബിലോ പമ്പ് ലെവൽ ഈസ് ജനറലി പോസിബിൾ. അതായത് മാക്സിമം എത്ര വരെ പറ്റുള്ളൂ, ഒരു 6 മീറ്റർ ഡെപ്ത് വരെയൊക്കെ മാത്രമേ നമ്മൾക്ക് പറ്റുള്ളൂ. ബിയോണ്ട് വിച്ച് എക്സസീവ് എയർ ഷാൽ ബി ഡ്രോൺ ഇൻ ടു ദി സിസ്റ്റം ത്രൂ ദ ജോയിൻസ് ഇൻ ദ പൈപ്സ് വാൽസ് എക്സെട്ര റിസൾട്ടിങ് ഇൻ ദ ലോസ് ഓഫ് പമ്പിങ് എഫിഷ്യൻസി. ആ ഒരു 6 മീറ്ററിനും കൂടുതൽ താഴേക്ക് നമ്മൾ പമ്പ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസീവ് എയർ നമ്മുടെ ആ ഒരു സിസ്റ്റത്തിലേക്ക്, ആ പൈപ്സിൻ്റെ ജോയിൻസിലേക്കും വാൽവിലേക്കും എല്ലാം എന്ത് കയറാൻ തുടങ്ങും, എയർ കയറാൻ തുടങ്ങും. അത് കാരണം എന്ത് ചെയ്യും, പമ്പിങ് എഫിഷ്യൻസി കുറയും. കാരണം എന്താ, നമ്മൾ വാട്ടർ പമ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എയറും കൂടെ പമ്പ് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള പവർ കൂടി നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി കുറയുന്നു. ഇഫ് ദ ഗ്രൗണ്ട് ഈസ് കൺസിസ്റ്റിംഗ് മെയിൻലി ഓഫ് ലാർജ് ഗ്രാവൽ, സ്റ്റിഫ് ക്ലേ ഓർ സോയിൽ കണ്ടെയ്നിങ് കോബിൾസ് ഓർ ബോൾഡേഴ്സ്, ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ഇൻസ്റ്റാൾ വെൽ പോയിൻറ്റ്സ്. അതായത് നമ്മൾ ഭയങ്കര ഹാർഡായിട്ടുള്ള സോയിലാണ്, അവിടെ വലിയ വലിയ പാർട്ടിക്കിൾ ബോൾഡേഴ്സും അല്ലെങ്കിൽ കോബിൾസോ അങ്ങനെ സ്റ്റിഫ് ക്ലേയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഹാർഡായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വലിയ പാർട്ടിക്കിൾസൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ വെൽ പോയിൻറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വരും. അതാണ് വെൽ പോയിൻറ്റ് സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷനായിട്ട് പറയാനുള്ളത്. അടുത്തൊരു മെത്തേഡാണ്, മൂന്നാമത്തെ മെത്തേഡാണ് ഡീപ്പ് വെൽ ഡ്രെയിനേജ്. It consists of deep wells and turbine pumps which can be installed outside the zone of operations and the water table lower to the desired level. ഇവിടെ എന്താ പ്രത്യേകത എന്ന് പറയുന്നത്, ഡീപ്പ് വെൽസ് എന്ന് പറയുമ്പോഴേക്കും ഇതിൻ്റെ ഒപ്പം ഡീപ്പ് വെൽസും ടർബൈൻ പമ്പ്സും ഒക്കെ ഉണ്ടായിരിക്കും. ഇത് നമുക്ക് എവിടെ ഇൻസ്റ്റാൾ ചെയ്യാം, നമ്മുടെ ആ ഒരു ഏരിയയിൽ ഇൻസ്റ്റാൾ ചെയ്യണം എന്നില്ല, അതിന് പുറത്ത് ഔട്ട്സൈഡ് ദ സോൺ ഓഫ് ഓപ്പറേഷൻസ്, നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ സോണിന് പുറത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും.
It's usually spaced from 8 to 80 meters depending upon the level to which water table must be lowered, permeability of the sand stratum, source of seepage and amount of submergence available. നമ്മൾ സാധാരണഗതിയിൽ ഇത് എത്ര സ്പേസിങ് വരെ നമുക്ക് കൊടുക്കാം? 8 മീറ്റർ സ്പേസിങ് കൊടുക്കാം, അല്ലെങ്കിൽ 80 മീറ്റർ സ്പേസിങ് വരെ നമുക്ക് കൊടുക്കാം. അത് എത്ര സ്പേസിങ്ങിൽ കൊടുക്കണം എന്നുള്ളത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? എന്തുമാത്രം നമ്മൾക്ക് ലോവർ ചെയ്യണം എന്നുള്ളത് പെർമിബിലിറ്റി ഓഫ് ദി സാൻഡ് സ്ട്രേറ്റം, നമ്മുടെ സാൻഡ് സ്ട്രേറ്റത്തിൻ്റെ പെർമിബിലിറ്റി, അതുപോലെ സോഴ്സ് ഓഫ് സീപ്പേജ് ആൻഡ് എമൗണ്ട് ഓഫ് സബ്മർജൻസ് അവൈലബിൾ. സീപ്പേജും കാര്യങ്ങളും അതിൻ്റെ സബ്മർജൻസും അതെല്ലാം നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് എത്ര ഡിസ്റ്റൻസിൽ നമ്മൾ ഈ വെൽ പോയിൻറ്റ്സ് ഇൻസ്റ്റോൾ ചെയ്യണം എന്ന്, അല്ലെങ്കിൽ ഡീപ്പ് വെൽസ് ഇൻസ്റ്റോൾ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇൻസ്റ്റലേഷൻ ഓഫ് എ ഡീപ്പ് വെൽ ഈസ് ഡൺ ബൈ സിങ്കിങ് എ കേസ്ഡ് ബോർഹോൾ having a diameter of about 200 to 300 mm larger than the well casing, which depends on the size of the submersible pump. അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു കേസ്ഡ് ബോർഹോൾ ഉണ്ടായിരിക്കും. മറ്റേ നമ്മളെന്താണ് ജസ്റ്റ് വെൽ പോയിൻ്റ് അങ്ങ് ഇൻസ്റ്റോൾ ചെയ്യാമായിരുന്നു ഡയറക്റ്റ്. ഇവിടെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കേസ്ഡ് ബോർഹോൾ നമ്മൾ ഡ്രില്ല് ചെയ്ത ശേഷം അതിനകത്താണ് നമ്മൾ ഈ വെൽ കേസിങ് ഇൻസ്റ്റോൾ ചെയ്യുന്നത്. അപ്പം അത് സിങ്കിങ് കേസ്ഡ് ബോർഹോൾ, നമ്മൾ ആദ്യം ഒരു കേസ്ഡ് ബോർഹോൾ സിങ്ക് ചെയ്യുന്നു. അതിൻ്റെ ഡയമീറ്റർ എത്രയാണ്? 200 to 300 mm. ഓക്കെ, 200 to 300 mm പിന്നെ ലാർജ് ആയിട്ടുള്ള ഡയമീറ്ററുള്ള ഒരു കേസ്ഡ് ബോർഹോൾ ഇൻസ്റ്റോൾ ചെയ്യുന്നു. ലാർജർ ദാൻ ദി വെൽ കേസിംഗ് വിച്ച് ഡിപ്പെൻസ് ഓൺ ദി സൈസ് ഓഫ് ദി സബ്മർസിബിൾ പമ്പ്. ദ ഇന്നർ വെൽ കേസിംഗ് ഈസ് ഇൻസേർട്ടഡ് ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ദി ബോർഹോൾ. നമ്മൾ ആദ്യം ഒരു ബോർഹോൾ കേസിങ്ങോടുകൂടി ഒരു ബോർഹോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. അതിൻ്റെ പണി കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വെൽ കേസിംഗ്, ഇന്നർ വെൽ കേസിംഗ് ഇൻസേർട്ട് ചെയ്യുന്നത്. എ പെർഫറേറ്റഡ് സ്ക്രീൻ ഈസ് ഇൻസ്റ്റാൾഡ് ഓവർ ദ ലെങ്ത് ഓഫ് ദി സോയിൽ വിച്ച് റിക്വയർഡ് ഡീവാട്ടറിംഗ് ആൻഡ് ഈസ് ടെർമിനേറ്റഡ് ഇൻ എ 3 to 5 meter ലെങ്ത് unperforated pipe to act as a sump to collect any fine material which might be drawn through the filter mesh. ഇത്രേ ഉള്ളൂ. ഒരു പെർഫറേറ്റഡ് സ്ക്രീനും കൂടി നമ്മൾ അതിൻ്റെ കൂടെ ഇൻസ്റ്റോൾ ചെയ്യുന്നുണ്ട്. അത് എത്ര വരെയാണ്? ഒരു 3 to 5 meter ലെങ്ത്. അതായത് ആദ്യം നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഒരു കേസിങ് വെച്ച് ഒരു ബോർഹോൾ ഉണ്ടാക്കി. അതിനുള്ളിൽ നമ്മൾ വെൽ കേസിങ് ഇൻസേർട്ട് ചെയ്തു. അതിനുശേഷം ഒരു പെർഫറേറ്റഡ് സ്ക്രീൻ നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യുന്നു. ആ പെർഫറേറ്റഡ് സ്ക്രീൻ എത്ര വരെയാണ്? നമ്മുടെ ഡീവാട്ടറിങ്ങിൻ്റെ പിന്നെ നമ്മുടെ ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യുമ്പോൾ എത്ര 3 to 5 meter ലെങ്ത് അൺപെർഫറേറ്റഡ് പൈപ്പ്. അതായത് നമ്മൾ അത് എവിടെ വരെ, ആ ഒരു സ്ക്രീൻ എവിടെ ഉണ്ടായിരിക്കും? ഒരു 3 to 5 meter ഡെപ്ത് വരെ ഉണ്ടായിരിക്കും. അൺപെർഫറേറ്റഡ് പൈപ്പ് ടു ആക്ട് ആസ് എ സം ടു കളക്ട് എനി ഫൈൻ മെറ്റീരിയൽ വിച്ച് മൈറ്റ് ബി ഡ്രോൺ ത്രൂ ദി ഫിൽറ്റർ മെഷ്. അപ്പം അതിന് ശേഷം ഒരു അൺപെർഫറേറ്റഡ് ഷീറ്റ് ആയിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. പെർഫറേഷൻസ് ഉള്ള സ്ക്രീനും ഉണ്ടായിരിക്കും, അതുപോലെ ഒരു അൺപെർഫറേറ്റഡ് പൈപ്പും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ഈ പെർഫറേഷൻസ് ഉള്ള സ്ക്രീൻ എവിടെ വരെ ആയിരിക്കും? 3 to 5 meter ലെങ്തിലേക്കും. ഓക്കെ, the graded filter material is placed between the well casing and the outer borehole casing over the length to be dewatered. നമ്മൾ രണ്ട് കേസിങ് വെച്ചല്ലോ. ആദ്യം ഒരു ബോർഹോൾ കേസിങ് വെച്ചു, പിന്നെ ഒരു വെൽ കേസിങ് വെച്ചു. ഇതിനിടയ്ക്കുള്ള സ്പേസ് നമ്മൾ ഫിൽട്ടർ മെറ്റീരിയൽ കൊണ്ട് ഫില്ല് ചെയ്യും. ദെൻ ഔട്ടർ കേസിങ് ഈസ് വിഡ്രോൺ ഇൻ സ്റ്റേജസ് ആസ് ദ ഫിൽറ്റർ മെറ്റീരിയൽ ഈസ് പ്ലേസ്ഡ്. ഈ ഇടയ്ക്കുള്ള ഫിൽറ്റർ മെറ്റീരിയൽ പ്ലേസ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ഈ ബോർഹോളിൻ്റെ കേസിങ്, ആ ഏറ്റവും പുറത്തെ കേസിങ് ഉണ്ടല്ലോ, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കും. ദ സ്പേസ് എബവ് ദി സ്ക്രീൻ ഈസ് ബാക്ക് ഫിൽഡ് വിത്ത് എനി അവൈലബിൾ മെറ്റീരിയൽ. അതിനുശേഷം നമ്മളിത് പ്രോപ്പർ ബാക്ക് ഫിൽ മെറ്റീരിയൽ കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ ഒരു സ്ക്രീനിൻ്റെ മുകളിലേക്കുള്ള സ്പേസ് ഫില്ല് ചെയ്യുന്നു. The water in the well is then searched by a boring tool to promote flow back and forth through the filter. At the same time, any unwanted fines which fall into the sump are cleared out by baler before the submersible pump is installed. നമ്മൾ ആ ഒരു സബ്മേഴ്സിബിൾ പമ്പ് അടുത്ത ഒരു പോർഷൻ എന്താണ് ഇതിൻ്റെ? സബ്മേഴ്സിബിൾ പമ്പ്. ആ ഒരു പമ്പ് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഒരു ബോറിംഗ് ടൂൾ യൂസ് ചെയ്തിട്ട് അതിനകത്തുള്ള വാട്ടർ കുറച്ച് വാട്ടറൊക്കെ നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. അതുപോലെ അറ്റ് ദ സെയിം ടൈം ഇനി അൺവാണ്ടഡ് ഫൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അതിൽ നിന്നും റിമൂവ് ചെയ്ത ശേഷം നമ്മൾ പമ്പ് പ്ലേസ് ചെയ്യുന്നു. ഇതാണ് ഡീപ്പ് വെൽ ഡീവാട്ടറിങ്ങിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. കണ്ടോ? ഡീപ്പ് വെൽ ഡീവാട്ടറിങ് വെൽ പോയിൻ്റ് ഇവിടെ ഇൻസ്റ്റോൾ ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു ഡിസ്ചാർജ് പൈപ്പ് കണ്ടോ? ഇത് സെപ്പറേറ്റ് ആണ്. നമ്മളിവിടെ
ഇതിൻ്റെ ഒപ്പമല്ല പ്രൊവൈഡ് ചെയ്ത്, സെപ്പറേറ്റ് ആണ് നമ്മുടെ ഡിസ്ചാർജ് പൈപ്പ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഡീറ്റെയിൽസ് ഓഫ് ദി ഡീപ്പ് വെൽ ഇൻസ്റ്റലേഷൻ. ഇത് ആ ഒരു ഇന്നർ കേസിങ്ങും ഔട്ടർ കേസിങ്ങും ഒരു സോയിൽ ബാക്ക് ഫില്ല്, അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ സബ്മേഴ്സിബിൾ പമ്പ്, പിന്നെന്താണ് ഗ്രേഡഡ് ഫിൽറ്റർ, ഇതിനിടയ്ക്കുള്ള ഫിൽറ്റർ, അങ്ങനെയുള്ള പോർഷൻസൊക്കെ കാണിച്ചിരിക്കുന്ന ഒരു ഫിഗറാണ്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഡീപ്പ് വെൽ ഡ്രെയിനേജിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഡ്രോ ഡൗൺ ഓൺലി ലിമിറ്റഡ് ബൈ ഡെപ്ത് ഓഫ് വെൽ ആൻഡ് സോയിൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഇതിൻ്റെ ഈ ഒരു കേസിൽ ഡ്രോ ഡൗൺ ഓൺലി ലിമിറ്റഡ് ബൈ ഡെപ്ത് ഓഫ് വെൽ ആൻഡ് സോയിൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? വെല്ലിൻ്റെ ഡെപ്തും അതുപോലെ സോയിൽ സ്ട്രാറ്റിഫിക്കേഷനും മാത്രമാണ്. പ്രഷർ റിലീഫ് ക്യാൻ ബി പ്രൊവൈഡഡ് ഇൻ ഡീപ്പ് ലെയേഴ്സ്. ഓക്കെ, ഡെപ്തിലേക്കുള്ള ലെയേഴ്സിലേക്ക് നമുക്കത് പ്രൊവൈഡ് ചെയ്യാം. വെൽസ് ക്യാൻ പ്ലേസ്ഡ് അവേ ഫ്രം വർക്കിംഗ് ഏരിയാസ്. നമ്മുടെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയ എവിടെ നിന്നാണോ അവിടെ നിന്ന് മാറ്റി നമുക്ക് എന്ത് ചെയ്യാം? വെൽസ് പ്ലേസ് ചെയ്യാം. വെൽസ് ആർ യൂഷ്വലി ഇൻസ്റ്റോൾഡ് അറ്റ് റിലേറ്റീവ്ലി വൈഡ് സ്പേസിംഗ് വിച്ച് മിനിമൈസസ് സർഫസ് ആക്സസ് റെസ്ട്രിക്ഷൻസ്. ക്ലോസ്ലി സ്പേസ്ഡ് ആകണം എന്നില്ല, നല്ല സ്പേസിൽ നമുക്കിത് ഇൻസ്റ്റോൾ ചെയ്യാം. അതുകൊണ്ട് എന്താണ്? മിനിമൈസസ് സർഫസ് ആക്സസ് റെസ്ട്രിക്ഷൻസ്. നമുക്ക് ആ സർഫസിലുള്ള ഇതിൻ്റെ എന്താണ് ആക്സസറീസ് എല്ലാം കൂടെ സർഫസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ആ ഒരു ഫ്രീഡം പോവുകയാണ് അവിടുത്തെ ആ ഒരു ഏരിയയിൽ. അപ്പോൾ അന്നേരത്തേക്കും ഇങ്ങനെ സ്പേസിങ് കൂടുതലാകുമ്പോഴേക്കും ആ ഒരു റെസ്ട്രിക്ഷൻ നമുക്ക് വരുന്നില്ല. ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? റിലേറ്റീവ്ലി ഹൈ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് പെർ വെല്ലിനുള്ള ഇൻസ്റ്റലേഷൻ കോസ്റ്റ് കൂടുതലാണ്. കോംപ്രിഹെൻസീവ് ഗുഡ് ക്വാളിറ്റി സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഇൻഫർമേഷൻ റെക്കോർഡ് ഫോർ ഡിസൈന് കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് വേണം. ഇൻഡിവിജ്വൽ പമ്പ്സ് കവർ ലിമിറ്റഡ് റേഞ്ച് ഓഫ് ഫ്ലോ ആൻഡ് ഡിസ്ചാർജ് ഹെഡ്. നമ്മൾ ഒരു ഇൻഡിവിജ്വൽ പമ്പ്, ഓരോ പമ്പും കവർ ചെയ്യുന്നത് കവർ ചെയ്യുന്ന റേഞ്ച് ഓഫ് ഫ്ലോയും ഡിസ്ചാർജ് ഹെഡും ഒക്കെ വളരെ കുറവായിരിക്കും. പമ്പ്സ് ആർ ഇലക്ട്രിക്കലി പവേർഡ്, സോ ബോത്ത് ഡ്യൂട്ടി ആൻഡ് സ്റ്റാൻഡ് ബൈ പവർ സപ്ലൈസ് ആർ റിക്വയർഡ് ഫോർ റിലയബിലിറ്റി. ഓക്കെ, പമ്പ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രിക് പവർ കൊടുത്തിട്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് ഡ്യൂട്ടി ആൻഡ് സ്റ്റാൻഡ് ബൈ പവർ സപ്ലൈസ് കൂടി നമ്മൾ കരുതിയിട്ടുണ്ടായിരിക്കണം. ഇനി അടുത്ത മെത്തേഡാണ് വാക്വം ഡീവാട്ടറിങ്. വാക്വം ഡീവാട്ടറിങ് വെൽ പോയിൻ്റ് ആൻഡ് ഡീപ്പ് വെൽസ് ആർ നോട്ട് മച്ച് എഫക്റ്റീവ് ഇൻ ദ ഫൈൻ ഗ്രെയിൻഡ് സോയിൽസ്. നമ്മുടെ ഫൈൻ ഗ്രെയിൻഡ് സോയിൽസിൻ്റെ കേസിൽ ഈ വെൽ പോയിൻറ്റ്സും ഡീപ്പ് വെൽസും ഒന്നും അത്ര എഫക്റ്റീവ് അല്ല. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ വാക്വം ഡീവാട്ടറിങ് യൂസ് ചെയ്യുന്നത്. സച്ച് സോയിൽസ് ക്യാൻ ബി ഡീവാട്ടർഡ് ബൈ അപ്ലൈയിങ് എ വാക്വം ടു ദി പൈപ്പിംഗ് സിസ്റ്റം. ആ ഒരു പൈപ്പിംഗ് സിസ്റ്റത്തിലേക്ക് നമ്മളൊരു വാക്വം അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. A vacuum dewatering system requires the well or well point screens and riser pipe be surrounded with a sand filter. ഈ വാക്വം ഡീവാട്ടറിങ് സിസ്റ്റത്തിൽ എന്താണുള്ളത്? ഒരു വെൽ അല്ലെങ്കിൽ വെൽ പോയിൻറ്റ് സ്ക്രീൻസ് ഉണ്ടായിരിക്കും, അതുപോലെ റൈസർ പൈപ്പും ഉണ്ടായിരിക്കും. റൈസർ പൈപ്പിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു സാൻഡ് ഫിൽറ്ററും ഉണ്ടായിരിക്കും. The top few portion of the hole is sealed with an impervious soil. ദ ടോപ്പ് ഫ്യൂ പോർഷൻ ഓഫ് ദി ഹോൾ, ആ ഹോളിൻ്റെ ടോപ്പ് പോർഷൻ ഈസ് ഒരു ഇംപെർവിയസ് സോയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സീൽ ചെയ്യുന്നു. ബൈ ഹാവിങ് ദ പമ്പിംഗ് മെയിൻ എ വാക്വം പ്രഷർ ദ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഫോർ ഫ്ലോ ടു ദി വെൽ പോയിൻ്റ് ഈസ് ഇൻക്രീസ്ഡ്. ആ ഒരു പമ്പിംഗ് മെയിൻ നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മളത് എന്ത് കൊടുക്കുന്നു? ഒരു വാക്വം പ്രഷർ, ആ പമ്പിംഗ് മെയിൻസ് വെച്ചിട്ട് ഒരു വാക്വം പ്രഷർ പ്രൊവൈഡ് ചെയ്യുന്നു. ദ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഫോർ ഫ്ലോ ടു ദി വെൽ പോയിൻ്റ് ഈസ് ഇൻക്രീസ്ഡ്. അങ്ങനെ ഒരു വാക്വം പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഒരു ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് അവിടെ ഉണ്ടാകുന്നു, കുറേ കൂടി കൂടുതലാണ്. അവിടെയുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടുത്തെ ആ ഒരു പ്രഷർ ഡിഫറൻസ്, ആ ഒരു പ്രഷർ നമ്മൾ വാക്വം കൊടുക്കുമ്പോഴേക്കും ആ വാക്വം പ്രഷർ കൂടി വരും അവിടെ അല്ലേ. അപ്പോൾ അത് കാരണം ആ പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്ന ആ ഒരു വേരിയേഷൻ കൂടുതൽ വരുന്നു. അപ്പം പ്രഷർ ഡിഫറൻസ് കൂടുമ്പോൾ എന്ത് പറ്റും? ഫ്ലോ ഇൻക്രീസ് ചെയ്യും അല്ലേ. പ്രഷർ ഡിഫറൻസ് കൂടുമ്പോൾ ആ റേറ്റ് ഓഫ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും. ദിസ് മെത്തേഡ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഇൻ ലെയേർഡ് ഓർ സ്ട്രാറ്റിഫൈഡ് സോയിൽസ്. അതായത് ഫൈൻ ഗ്രെയിൻഡ് സോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഫൈൻ ഗ്രെയിൻഡ് സോയിൽ എന്ന് പറയുമ്പോൾ പെർമിബിലിറ്റി ഭയങ്കര കുറവാണ്, അതുകൊണ്ട് അതിൽ സ്ലോ പ്രോസസ്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ സ്ലോ പ്രോസസ്സിനെ നമ്മൾ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു എക്സ്ട്രാ പ്രഷർ കൂടി, വാക്വം പ്രഷർ കൂടി കൊടുക്കുന്നു. എക്സ്ട്രാ പ്രഷർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ആ പ്രഷർ ഡിഫറൻസ് കൂടുന്നു. പ്രഷർ ഡിഫറൻസ് കൂടുമ്പോഴേക്കും കൂടുതൽ വാട്ടർ പെട്ടെന്ന് ഫ്ലോ ചെയ്യുന്നു. ഇതാണ് വാക്വം ഡീവാട്ടറിങ് സിസ്റ്റത്തിൻ്റെ ഒരു ഫിഗർ. ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും വരച്ച് പഠിക്കണം ഇത്. അടുത്ത മെത്തേഡാണ് ഇലക്ട്രോ ഓസ്മോസിസ്. നമ്മുടെ 5ാമത്തെ മെത്തേഡാണ് ഇലക്ട്രോ ഓസ്മോസിസ്.
When an external electromotive force is applied across a solid liquid interface, the movable diffuse double layer is displaced tangentially with respect to the fixed layer. This is called electroosmosis. Electroosmosis ഒന്നുമില്ല, നമ്മൾ എക്സ്റ്റേണലി ഒരു ഇലക്ട്രിക്കൽ ഫോഴ്സ് കൊടുക്കുകയാണ്. ഇലക്ട്രിക്കൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ സോയിൽ വാട്ടർ ഇൻ്റർഫേസിൽ ഒരു മൂവബിൾ ഡിഫ്യൂസ് ഡബിൾ ലെയർ ഫോം ചെയ്യും. അതെങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പിന്നീട് പഠിക്കുന്നത്. ഈ ഡിഫ്യൂസ് ഡബിൾ ലെയർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് ഒന്ന് ഓർത്തിരിക്കുക. ഡിഫ്യൂസ് ഡബിൾ ലെയർ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ക്ലേസ് പാർട്ടിക്കിൾസിൻ്റെ സർഫസിൽ എന്താണ് നെഗറ്റീവ് ചാർജ് ആണല്ലേ. അപ്പോൾ ഈ ക്ലേ പാർട്ടിക്കിളിൻ്റെ സർഫസിൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഈ നെഗറ്റീവ് ചാർജിലേക്ക് നമ്മുടെ വാട്ടർ മോളിക്യൂൾസ് വന്ന്, വാട്ടർ മോളിക്യൂൾ H2O അല്ലേ. H2O എന്ന് പറയുമ്പോഴത്തേനും H+ അയോൺസും OH- അയോൺസും ഉണ്ട്. അതിൽ H+ അയോൺസ് വന്ന് അറ്റാച്ച് ചെയ്യും. ക്ലേയുടെ സർഫസിൽ നെഗറ്റീവ് അയോൺസ് ഉണ്ട്. ഈ നെഗറ്റീവിലേക്ക് വാട്ടറിൻ്റെ H+ അയോൺസ് വന്നിട്ട് എന്താണ് അറ്റാച്ച് ചെയ്യും. അപ്പം ഈ ഒരു ക്ലേ പാർട്ടിക്കിൾസിൽ വാട്ടർ അറ്റാച്ച് ചെയ്ത് കിടപ്പുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുറത്തൊരു ഇലക്ട്രിക് ഫോഴ്സ് കൊടുക്കുകയാണ്. ഇലക്ട്രിക് ഫോഴ്സ് കൊടുക്കുമ്പോഴേക്കും ഈ ഒരു വാട്ടർ മോളിക്യൂൾസിലെ പോസിറ്റീവ് ചാർജുള്ള അതെന്താവും, ഇപ്പോൾ കാഥോഡും ആനോഡും നമ്മൾ കൊടുക്കുമ്പോൾ, കാഥോഡും ആനോഡും വെച്ചാണ് നമ്മൾ ഇലക്ട്രിക് ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ അന്നേരത്തേക്കും ഈ ഓപ്പോസിറ്റ് ചാർജുകൾ അട്രാക്ട് ചെയ്തിട്ട് പോസിറ്റീവ് ചാർജ് നെഗറ്റീവിലേക്കും പോകും. നെഗറ്റീവ് ചാർജ് നമ്മുടെ ഇപ്പം ക്ലേ എന്ന് പറയുന്നത്, ക്ലേക്കകത്ത് പോസിറ്റീവും ഇരിപ്പുണ്ട് നെഗറ്റീവും ഇരിപ്പുണ്ട് വാട്ടർ അറ്റാച്ച് ആകുമ്പോഴേക്കും. അതിനെയാണ് ഡിഫ്യൂസ് ഡബിൾ ലെയർ എന്ന് പറയുന്നത്. ആ ഒരു സോയിലിനും വാട്ടറിനും ഇടയ്ക്ക് ഫോം ചെയ്യുന്ന ഡിഫ്യൂസ് ഡബിൾ ലെയർ, അതായത് പോസിറ്റീവും നെഗറ്റീവും മിക്സ് ആയിട്ടുള്ള ഒരു ലെയർ. ഇതിലെ പോസിറ്റീവ് പാർട്ടിക്കിൾസും നെഗറ്റീവ് പാർട്ടിക്കിൾസും നമ്മൾ ആ ഒരു കാഥോഡും ആനോഡും പ്രൊവൈഡ് ചെയ്യുമ്പോൾ രണ്ടിടത്തിലേക്ക് മൂവ് ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. The surface of fine-grained soil causes a net negative charge. Positive ions in solution are attracted towards the soil particles and concentrated near their surfaces. ഞാൻ പറഞ്ഞല്ലോ, ക്ലേയുടെ സർഫസിൽ നെഗറ്റീവ് പാർട്ടിക്കിളുണ്ട്, അതിലേക്ക് പോസിറ്റീവ് അയോൺസ് വന്ന് അറ്റാച്ച് ചെയ്യുന്നു. പോസിറ്റീവ് അയോൺസ് എന്ന് പറഞ്ഞാൽ കാറ്റയോൺസ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ആൻ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ 2 ഇലക്ട്രോഡ്സ് ഇൻ എ സോയിൽ മീഡിയം. ഒരു സോയിൽ മീഡിയത്തിലേക്ക് നമ്മൾ 2 ഇലക്ട്രോഡ്സ് ഇറക്കി വെച്ച ശേഷം നമ്മൾ കറണ്ട് സപ്ലൈ കൊടുക്കുമ്പം പോസിറ്റീവ് അയോൺസ് അഡ്ജസൻറ്റ് ടു ദി സോയിൽ പാർട്ടിക്കിളിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള പോസിറ്റീവ് അയോൺസ് ആൻഡ് ദ വാട്ടർ മോളിക്യൂൾസ് അറ്റാച്ച് ടു ദി അയോൺസും ആ വാട്ടർ മോളിക്യൂൾസും കൂടി കാഥോഡിലേക്ക് പോകുന്നു. ആൻഡ് റിപ്പൽഡ് ബൈ ദി ആനോഡ്, ആ കാഥോഡിലേക്ക് അറ്റാച്ച്ഡ് ആകുകയും ആനോഡിൽ നിന്ന് റിപ്പൽ ചെയ്യുകയും ചെയ്യുന്നു. ദ ഫ്രീ വാട്ടർ ഇൻ ദി ഇൻറ്റീരിയർ ഓഫ് ദി വോർഡ് സ്പേസ് ഈ ക്യാരിഡ് അലോങ് ടു ദി കാഥോഡ് ബൈ വിസ്കസ് ഫ്ലോ. കേട്ടോ, അപ്പോൾ അന്നേരം ഈ കാഥോഡിലേക്ക് വാട്ടർ മോളിക്യൂൾസ് എത്തുന്നു ബൈ മേക്കിംഗ് ദ കാഥോഡ് എ വെൽ. ഈ കാഥോഡിനെ നമ്മൾ എന്താക്കുന്നു, ഒരു വെൽ പോയിൻ്റ് ആയിട്ട് മാറ്റുന്നു. വാട്ടർ ക്യാൻ ബി കളക്റ്റഡ് ഇൻ ദ വെൽ ആൻഡ് ദെൻ പമ്പ്ഡ്. ഈ ഒരു കാഥോഡിനെ നമ്മൾ വെല്ലാക്കി മാറ്റിയിട്ട് അതിലേക്ക് വാട്ടറിനെ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് നമ്മളതിനെ പമ്പ് ഔട്ട് ചെയ്ത് കളയുന്നു. അതാണ് ഇലക്ട്രോ ഓസ്മോസിസ്. ഇലക്ട്രോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ ഒരു ഷീറ്റ് പൈൽസ് ആണ് സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത്. ഷീറ്റ് പൈൽസ് ഓഫ് എനി ഷേപ്പ് ക്യാൻ ബി യൂസ്ഡ്. ദി സിംപ്ലസ്റ്റ് ആനോഡ് ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും സിമ്പിളായിട്ടുള്ള ആനോഡ് ടൈപ്പ് എന്ന് പറയുന്നത് പൈപ്സ് ഓഫ് 25 mm or 50 mm ഡയമീറ്റർ, 25 mm മുതൽ 50 mm വരെ ഡയമീറ്ററുള്ള പൈപ്സ് വിച്ച് ക്യാൻ ബി ഈസിലി ഡ്രിവൺ ഇൻ ടു സോയിലിലേക്ക് പെട്ടെന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ പൈപ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദീസ് എയ്തർ പ്ലേസ് സിംഗിളി ഓർ ഗ്രൂപ്പ്സ് ഓഫ് 3. ഒന്നുകിൽ നമ്മളതിനെ സിംഗിൾ പൈപ്സ് ഇൻസ്റ്റോൾ ചെയ്യും, അല്ലെങ്കിൽ 3 പൈപ്സിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് ഇൻസ്റ്റോൾ ചെയ്യും. ആനോഡ് ഷുഡ് നോട്ട് ബി ക്ലോസർ ടുഗദർ, അതർവൈസ് ദ ഗ്രൂപ്പ് ആക്ട്സ് ലൈക്ക് വൺ സിംഗിൾ ഇലക്ട്രോഡ് വിത്ത് എ ഡയമീറ്റർ ഓൺലി സ്ലൈറ്റ് ലാർജർ ദാൻ ദാറ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ പൈപ്സ്. ഓക്കെ, ആനോഡ് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് അടുപ്പിച്ച് പ്ലേസ് ചെയ്യരുത്. അങ്ങനെ അടുപ്പിച്ച് പ്ലേസ് ചെയ്താൽ അതൊരു സിംഗിൾ പൈപ്പ് എന്ന രീതിയിൽ ആക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ആ ഒരു സിംഗിൾ പൈപ്പായിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ സൈഡിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടും. അടുപ്പിച്ച് പ്ലേസ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ആ ഒരു രണ്ട് സർഫസ് ഉണ്ടല്ലോ, ആ ഒരു 2 സർഫസിലും എന്താണ് ചാർജുണ്ട്, പക്ഷെ നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടത്തില്ല. ആ ഒരു ഒറ്റ സർഫസ് പോലെ അത് ആക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് സ്പേസിങ്ങിൽ വേണം പ്ലേസ് ചെയ്യാൻ. ജനറലി കാഥോഡ്സ് ആർ ഇൻസ്റ്റോൾഡ് ഇൻ ഫോം ഓഫ് വെൽസ്. ദ അക്യുമുലേറ്റിംഗ് വാട്ടർ ക്യാൻ ബി പമ്പ്ഡ്. നമ്മൾ വെൽസായിട്ട് സാധാരണ പ്ലേസ് ചെയ്യുന്ന ഏതാണ്, കാഥോഡിനെയാണ് പ്ലേസ് ചെയ്യുന്നത്. ഇതാണ് അറേഞ്ച്മെൻറ്റ് ഓഫ് കാഥോഡ് വെൽ. ഈ ഫിഗറും നിങ്ങൾ നോക്കി വെക്കുക. കാഥോഡിനെ നമ്മളൊരു വെല്ലായിട്ട് അറേഞ്ച് ചെയ്തേക്കാണ്. കണ്ടോ, ഓരോരുത്തും അയൺ പൈപ്സ് വെച്ചിട്ടുണ്ട്.
ഇതാണ് ഒരു ഇലക്ട്രോഡ് അറേഞ്ച്മെൻറ്റ്സ് ഫോർ സ്ലോപ്സ്. ഒരു സ്ലോപ്പിൽ നമ്മൾ എങ്ങനെയാണ് വെൽ കാഥോഡ് ഇൻസ്റ്റോൾ ചെയ്തേക്കുന്നു കണ്ടോ. ഇനി ഇവിടെ കാണിച്ചിട്ടുണ്ട് അയൺ പൈപ്പിനെ ആനോഡായിട്ടും വെൽ കാഥോഡ് ഇതാണ്ട് ഷീറ്റ് പൈലിംഗ് ആസ് ആനോഡ്. ഒരു ഫിഗറും വരയ്ക്കാൻ പഠിക്കുക. ഫിഗേഴ്സ് വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല മാർക്ക് കിട്ടും. സ്പെസിഫിക്കേഷൻസ്: ദ ആനോഡ്സ് ആൻഡ് കാഥോഡ് ഷുഡ് റീച്ച് ടു ഈക്വൽ ഡെപ്ത്സ്. ആനോഡും കാഥോഡും ഈക്വൽ ഡെപ്തിലെത്തണം. ആനോഡ്സ് ആൻഡ് കാഥോഡ് ഷുഡ് എക്സ്റ്റെൻഡ് ടു എ ഡെപ്ത് ഓഫ് 1.5 മീറ്റർ ബിലോ ദി ബോട്ടം ഓഫ് ദി സ്ലോപ്പ് ഓർ എക്സ്കവേഷൻ. നമ്മുടെ സ്ലോപ്പിൻ്റെ എക്സ്കവേഷൻ്റെ ബോട്ടം കഴിഞ്ഞ് 1.5 മീറ്ററെങ്കിലും താഴെ വരെ ഉണ്ടായിരിക്കണം. The cathodes are to be placed in one or more lines spaced on 7.5 to 10.5 meter center to center distance. ഈ കാഥോഡും ആനോഡും നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ മിനിമം ഒരു 7.5 to 10.5 മീറ്റർ സ്പേസിംഗ് എങ്കിലും ഉണ്ടായിരിക്കണം. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. ആനോഡ്സ് ഇൻസ്റ്റോൾഡ് മിഡ്വേ ബിറ്റ്വീൻ ദി കാഥോഡ്സ്. ദ കാഥോഡ് വെൽസ് ഷുഡ് ഹാവ് എ ഡയമീറ്റർ നോട്ട് ലെസ് ദാൻ 100 mm. കാഥോഡ് വെൽസിന് 100 mm കുറയാത്ത ഒരു ഡയമീറ്ററും ഉണ്ടായിരിക്കണം. അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? എനി അപ്രോപ്രിയേറ്റ് സോയിൽ ക്യാൻ ബി യൂസ്ഡ് വെൻ നോ അതർ വാട്ടർ ലോവറിംഗ് മെത്തേഡ് ഈസ് ആപ്ലിക്കബിൾ. വേറെ മെത്തേഡ് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇലക്ട്രോഓസ്മോസിസ് യൂസ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇൻസ്റ്റലേഷൻ ഡിഫിക്കൽട്ടാണ്. കോസ്റ്റ് ഈസ് ഹൈ ഫോർ ഓപ്പറേഷൻ ആൻഡ് ഇൻസ്റ്റലേഷൻ. കോസ്റ്റ് കൂടുതലാണ്. ഒക്കറൻസ് ഓഫ് ഷോർട്ട് സർക്യൂട്ട്സ് ആൻഡ് ലോസ് ഓഫ് വോൾട്ടേജ്. ലോസ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ടിലുള്ള കളിയല്ലേ, അപ്പോൾ അതിന് ഷോർട്ട് സർക്യൂട്ട്സിൻ്റെ ലോസ് ഓഫ് വോൾട്ടേജിനുമുള്ള സാധ്യതകളുണ്ട്. ഇനി അടുത്ത ഡിസൈൻ സ്റ്റെപ്സ് ഫോർ ഡീ വാട്ടറിങ് സിസ്റ്റംസ് ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.